ഹായ്, യാദൃച്ഛിക കാണാനിടയായ ഒരു വീഡിയോ ആണിത്. എനിക്ക് സത്യത്തിൽ ഷോക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതെന്തുവാ ഈ പറയണത്? ആദ്യം തോന്നിയ ഒരു നന്മമരമായിട്ടാണ് ഈ ഒരു വീഡിയോ വന്നതെന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ജിഷയുടെ അമ്മ പറയണതൊന്ന് കേട്ട് നോക്കാം. ഈ പടം ചെയ്യണമെന്ന് പറഞ്ഞ സഹായമായി എത്തിയത് ആരാണ്? ജിൻഡോ എന്ന് പറഞ്ഞൊരു മകനാണ്. ഞാൻ പ്രസവിച്ചില്ലെങ്കിലും അത് എന്റെ ഒരു മകനായിട്ട്, കാരണം എന്താ പറയാ, ഒരു ജീവൻ തുടിക്കുന്ന ജീവൻ വന്ന് ആണ് ജിൻഡോ എന്ന് പറഞ്ഞ ഒരു പയ്യൻ വന്ന ഈ പടം പിടിക്കാനായിട്ട് ആവശ്യപ്പെട്ട് ഈ പടം പിടിച്ചേക്കാൻ ഒന്ന് കാണിക്കോ ജിൻഡോയെ? ആണ് എന്റെ മോള് എന്റെ ജീവിതത്തിൽ ജിൻഡോ എന്ന് പറയണ പടം പിടിച്ചേക്കണ എന്റെ മകൻ. പ്രസവിച്ചില്ലെങ്കിലും ഇവനെന്നും എന്റെ മകൾക്കും എനിക്കും നമ്മളൊന്നും മുൻകൈ എടുത്ത് പോയിന്നുള്ളൂ. കാരണം നമ്മുടെ വീടിന്റെ അടുത്തടുക്കുന്ന ഒരു സംഭവം കുറെ നാളുമ്പ് പറഞ്ഞായിരുന്നു, മോഹൻലാലും മമ്മൂട്ടിയെ കൂടി പടം എടുക്കണം. മാനസികമായിട്ട് ശരിക്കും വിഷമമായി. മറ്റുള്ള ആൾക്കാർ ഒരു കോമഡി ആയിട്ട് അത് കാണും. ആ അമ്മയുടെ വിഷമം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞു നമുക്കത് പടാക്കി എടുക്കാം. കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. ഇതിന് മുമ്പൊരു കാര്യം പറയാം. ഞാൻ ഇവരുടെ വീഡിയോ കാണുന്ന സമയത്ത് ജിഷയുടെ അമ്മയെ ഞാൻ റെഗുലർ വാച്ച് ചെയ്യുന്നതാണ്. ആ കേസ് ഭയങ്കരമായിട്ട് സ്റ്റഡി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഇവർക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നം ഉള്ളതായിട്ട് എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരു മകളുമായിട്ട് നിൽക്കുന്നു, അവളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സ്ട്രഗിളിൽ ഒരുപാട് രീതിയിലുള്ള അറ്റാക്സ് വരുന്നു. അവർക്ക് സംരക്ഷിക്കാൻ കഴിയാതെ പോകുന്ന ഒരു അവസരത്തിൽ മൃഗീയമായി മകൾ കൊല ചെയ്യപ്പെടുന്നു. അതിൽ ആരാണ് ചെയ്തതെന്ന് വ്യക്തമായി അറിയാമെങ്കിൽ പോലും അതിനെ എതിർക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ പണം വന്നു കയറുന്നു, ഭയങ്കരമായി ക്യാഷ് വന്ന് കയറുന്നു. പഴയ ആ ചെറ്റക്കുടിലിൽ നിന്നുകൊണ്ട് അവരൊരു പുതിയ വീട് വയ്ക്കുന്നു, വസതികൾ, പ്രൊട്ടക്ഷൻ, ആകെ മൊത്തത്തിൽ കിളിപോയി അതിന് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ റീസെൻ്റ് ഇവർ ഭിക്ഷ എടുക്കുന്ന ഒരു സീൻ കണ്ടിരുന്നു. ആ സമയത്താണ് ഇവർക്ക് ഇത്രയും രൂപ പിരിഞ്ഞു കിട്ടിയിട്ട് ഈ പൈസ എവിടെ പോയെന്ന് എനിക്ക് സർക്കാരിനെ പോലും സംശയം ഉണ്ടായിരുന്നു. എന്താ ഇവരുടെ പൈസയൊക്കെ സർക്കാർ തലങ്ങളിൽ അടിച്ചു മാറ്റപ്പെടുക ചെയ്തിട്ടുണ്ടോ എന്ന്. പക്ഷെ പിന്നീട് അതിൻ്റെ ഒരു വെരിഫിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ലിയർ എക്സ്പ്ലനേഷൻ കളക്ടർ മുഖേന്തരം കിട്ടുമ്പോൾ ആകെ മൊത്തത്തിൽ ഒരു വണ്ടറായിരുന്നു. പിന്നെ ഇവർ തന്നെ വന്നിരുന്ന് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഇവരുടെ പണം ആരൊക്കെയോ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇവർ സീരിയൽ പഠിക്കാനോ അല്ല സിനിമ പിടിക്കാനോ ഒക്കെ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ജിൻഡോയുമായി നിൽക്കുന്ന ഈ ഒരു വീഡിയോയ്ക്കകത്ത് കൃത്യമായി പറയുന്നുണ്ട്, യെസ്, ജിൻഡോ സിനിമ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടുണ്ടെന്ന്. ആകെ മൊത്തത്തിൽ എവിടെ ഫിഷി ആയിട്ട് ഫീൽ ചെയ്യണം. ആൻഡ് ദിസ് വീഡിയോ ഇതും കൂടെ ഒന്ന് നോക്കാം. ഞാൻ സിനിമ പിടിക്കാൻ കാശ് കൊടുത്തിട്ടില്ല. പക്ഷെ പല പ്രാവശ്യം അവർ എന്നെ കുറേശ്ശെ കാശ് കടമായിട്ടും കൊച്ചുങ്ങൾക്ക് ഫീസ് അടയ്ക്കാനാ പൈസ ഇല്ല, അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് ഇവര് കുറേശ്ശെ മേടിച്ചിട്ടുണ്ട്. എത്ര രൂപ മേടിച്ചിട്ടുണ്ട് അവര് ഒരു 7 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട്. അതിൽ ഒരാൾ കുറേശ്ശൊക്കെ തന്നിട്ടുണ്ട്, ഒരാൾ മാത്രമേ തരാത്തില്ലുള്ളൂ. ജനങ്ങൾ തന്ന പൈസ ആയതുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ അവർക്ക് ഒരു വിഷമമാണോ സഹായിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരു സഹായം ചെയ്തത് സത്യമുള്ള കാര്യം. ഇതിൽ നിന്ന് എന്തെന്താ മനസ്സിലാകുന്നത്? ആരാണെന്ന് എടുത്ത് പറയുന്നില്ല, ബട്ട് ഇത് ജിൻഡോ തന്നെ ആകാനല്ലേ ചാൻസ്. ഇങ്ങനെ തന്നെ എഡിറ്റ് ചെയ്ത വേർഷൻസാണ് കൂടുതലും വരുന്നത്. ഞാനിതൊരു ചാനലിൽ നിന്ന് എടുത്തതാണ്. ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, തീർച്ചയായിട്ടും ജിൻഡോയെ സംശയ ദൃഷ്ടി കൂടെ കാണാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഹേറ്റേഴ്സ് പറയണമെന്നുണ്ടെങ്കിൽ ഈ സാധനം വരേണ്ടത് ജിൻഡോ അതിനകത്തുള്ളപ്പോഴായിരിക്കത്തില്ലേ. ഇപ്പോൾ പുറത്തു വന്ന സമയത്ത് ഇത് വരുന്നത് എന്തുകൊണ്ടാണ്? മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. സച്ച് ഇൻ കേസ് ജിൻഡോ ഇങ്ങനെ ഒരു വൃത്തികേട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഷുഡ് പേ ബാക്ക് ദാറ്റ് മണി എന്നുള്ളതാണ് സിൻസിയറായിട്ട് പറയണത്. ഇനിയിപ്പോൾ ജിഷയുടെ അമ്മ പറയണത് എന്താണെന്നൊന്നും എനിക്ക് വ്യക്തമല്ല, ബട്ട് കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി. എന്ത് തന്നെ ആയിരുന്നാലും ആ സ്ത്രീക്ക് അത്ര ബോധവും വിവരമൊന്നുമില്ല ഇതിനെതിരെ സംസാരിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് പറയാനോ ഉള്ള ഒരു കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഇൻഫർമേഷൻ ഇതിനെപ്പറ്റി ഉണ്ടെങ്കിൽ എനിക്ക് കമൻസിൽ ഒന്ന് തരിക, ആ ലിങ്ക് ഒന്ന് തരിക. ഒന്ന് പഠിക്കാൻ വേണ്ടി മാത്രമാണ്. വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഒരുപക്ഷെ അതിനകത്ത് പ്രത്യേകിച്ച് ബിഗ് ബോസിനകത്ത് പുള്ളിക്കാരൻ കുറേയൊക്കെ നുണ പറയുന്ന ഒരു വ്യക്തിയാണെന്ന് എല്ലാ കണ്ടസ്റ്റൻസും പറഞ്ഞു കേട്ടിരുന്നു. അത് പക്ഷേ ഒരു സ്ട്രാറ്റജിയാണ്, അയാളുടെ ഒരു സ്ട്രാറ്റജി, ജയിക്കാനുള്ളൊരു സ്ട്രാറ്റജിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജിൻഡോയെ സംശയമുണ്ട് എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുന്നതാണ്. തീർച്ചയായിട്ടും അതൊരു ശരിയായ നടപടിയല്ല. ആരെ ചതിച്ചാലും ആരെ പറ്റിച്ചാലും ജിഷയുടെ അമ്മയെ ചതിച്ചത് തീർത്തും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് ആര് തന്നെയായാലും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, നമുക്കറിയാം ഒരു കുഞ്ഞുണ്ടാകുന്നതും അവർക്ക് കുറച്ച് നൊസ്സാണ്, അതെല്ലാം ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നിരുന്നാലും സ്വന്തം മകൾ മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ടു മരണപ്പെട്ടപ്പോൾ അവർക്കുണ്ടായ വേദന നമ്മൾ അവരുടെ സ്ഥാനത്ത് നിന്ന് ആലോചിച്ചാൽ മാത്രമേ മനസ്സിലാകുള്ളൂ. പിന്നെ പെട്ടെന്നൊരു ഫ്ലോ വരികയാണ്. പണം വന്ന് ചേരുമ്പോൾ മനുഷ്യനുണ്ടാകും സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ക്രാക്ക്, അതാണ് ആ സ്ത്രീക്ക് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ അർത്ഥം ആർക്കും വന്നവരെ പറ്റിക്കാം എന്നുള്ളതല്ല. അപ്പോൾ ജിൻഡോയ്ക്ക് ആൾറെഡി പേയ്മെൻറ്റ്സ് ഒക്കെ കിട്ടിയ സ്ഥിതിക്ക് സച്ച് ഇൻ കേസ് അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പേയ്മെൻറ്റ് തിരിച്ചു കൊടുക്കുക എന്നുള്ളതൊരു ധാർമ്മികതയാണ്.
അത് അയാൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല വെച്ചാലും തീർത്തും തെറ്റായ ഒരു നടപടിയാണ്. എങ്കിൽ സത്യം പറഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടെങ്കിൽ ജിൻഡോയെ സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ തന്നെ അത് നാണക്കേട് ഉണ്ടാക്കുന്നതാണ്. സ്പെഷ്യലി എൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ജിൻഡോയാണ്. നാണം കെട്ട ഒരു പരിപാടിയാണ് തീർച്ചയായിട്ടും. പ്രത്യേകിച്ചൊരു കൊലപാതകമൊക്കെ നടന്ന് വളരെ സ്ട്രെസ്സായ ഒരു ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു സ്ത്രീയെ പറഞ്ഞ് പറ്റിച്ച് അവരെ കയ്യിൽ നിന്ന് ഈ പണം വസൂലാക്കിയത് വളരെ മോശപ്പെട്ടൊരു പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സ്വന്തം കയ്യിൽ നിന്ന് ഇട്ടിട്ട് വേണം അവർക്ക് അങ്ങനെ ഒരു സിനിമ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത് സബലീകരിച്ച് കൊടുക്കാനായിട്ട്. ജിൻഡോ ഇങ്ങനെ ചെയ്തു എന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഇപ്പോഴും ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ പറയുക. ഐ ഡോണ്ട് നോ, എനിക്ക് സ്ട്രോങ്ലി അങ്ങനെ ഒരു ബിലീഫ് ഉണ്ട്. ചാൻസസ് ആർ ദെയർ. അവരങ്ങനെ കള്ളം പറയത്തില്ലല്ലോ. ഇന്ന ആളുടെ പേരൊന്നും അവർ കൃത്യമായിട്ട് പറയാത്തടുത്ത് എനിക്കറിയത്തില്ല. കൂടുതൽ ന്യൂസൊന്നും ഇതിനെപ്പറ്റി റിലേറ്റ് ചെയ്ത് വന്നിട്ടുമില്ല. സോ താങ്ക് യു.